നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എനിക്കും എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണനെ പറ്റിയിട്ടാണ്. നമ്മുടെ കൃഷ്ണനെ പറ്റിയിട്ടാണ്, ഗുരുവായൂരപ്പനെ പറ്റിയിട്ടാണ്. അതുമാത്രമല്ല, ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ, എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ എനിക്കറിയാം, അവിടെ വന്നിട്ടുള്ള ഞാൻ അധികം കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതിന് ശേഷം ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, കുറേ ആളുകൾക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളൊരു സാധനം നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യും. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും കുറേ എക്സ്പീരിയൻസ് അമ്പലനടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ എക്സ്പീരിയൻസും ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കിടുന്നത്. അതുകൂടാതെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളും കുറച്ച് കഥകൾ, അതായത് കഥകളല്ല, കൂടുതൽ എക്സ്പീരിയൻസ്, ആളുകൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. ഐതിഹ്യം അനുസരിച്ച് ശരിക്കും ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും വായുദേവനും ചേർന്നാണ് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഈ ഗുരുവായൂർ അമ്പലത്തിൽ, അതായത് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് വിശ്വാസം. ഓക്കെ, ഗുരുവായൂരപ്പനെ ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധിക്കുന്നത് കൃഷ്ണരൂപത്തിലാണ്, അതായത് ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ പറയാൻ എന്താ വെച്ചാൽ, മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ് ഈ ശ്രീകൃഷ്ണൻ്റെ രൂപം എന്ന് പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ ആളുകൾ വന്നതിന് ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പന് കൊടുക്കുന്ന വഴിപാടുകളിലൊന്നാണ് തുളസിമാല കൊടുക്കുക, അല്ലെങ്കിൽ താമരമാല കൊടുക്കുക, വെണ്ണ നിവേദ്യം കൊടുക്കുക, നെയ്വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ മഞ്ഞപ്പട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മഞ്ഞപ്പട്ട് ചാർത്തൽ എന്ന് പറയും, അല്ലെങ്കിൽ പാൽപ്പായസം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വിശേഷ ദിവസങ്ങൾ ഗുരുവായൂരിലുണ്ടാകുന്ന. അധികം ആളുകൾ പറയും ആ ഡേയ്സിലൊന്നും പോകണ്ട, കയറി ദർശനമൊന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ. ഇപ്പം ആദ്യം ഞാൻ ചെറുതായപ്പോഴൊക്കെ പോയ സമയത്ത് എനിക്ക് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അമ്പലത്തിൽ. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ എത്രമാത്രം ആത്മീയമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. പിന്നെ ഗുരുവായൂർ ഏകാദശി, അഷ്ടമി രോഹിണി, മേടവിഷു, മണ്ഡലകാല ദിനം, മണ്ഡലകാലത്തിലൊക്കെ കുറേ ആളുകൾ അവിടെ വരുത്തുന്നുണ്ട്. പിന്നെ ഈ ചിങ്ങത്തിലെ തിരുവോണം, ഇതൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അമ്പലത്തിലുള്ളത് കേട്ടോ. തൃശ്ശൂരുള്ളവർക്കും ഗുരുവായൂർ അമ്പലത്തിനെ കൂടുതലായിട്ട് അറിയുന്നവർക്കും അറിയുന്നൊരു കാര്യമാണ് തൃശ്ശൂരാണ് നമ്മുടെ ക്ഷേത്രം ഉള്ളത്. അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിലെ സ്ഥലങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ നമ്മൾ ഭൂലോക വൈകുണ്ഠം എന്ന് പറയാറുണ്ട്. സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിന്, അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്, അത് കേരളത്തിൽ എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാനും കുറച്ച് കാലങ്ങളായിട്ട് അറിയുന്നൊരു കാര്യമാണെന്ത്, ഭൂലോക വൈകുണ്ഠം എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് ആ സ്ഥലം. ശരിക്കും ആ ഒരു അമ്പലം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ആ ഒരു ഏരിയ, അല്ലെങ്കിൽ ആ ഒരു സിറ്റി അല്ലെങ്കിൽ പട്ടണം. ആ പട്ടണത്തിൻ്റെ ഏരിയ ശരിക്കും പേര് വരുന്നത് ഗുരുവായൂർ എന്നാണ്. ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൻ, അതായത് ഗുരുവായൂരപ്പൻ, അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഗുരുവായൂരും അപ്പനും തമ്മിൽ പ്ലസ് ചെയ്തിട്ടാണ് ശരിക്കും അങ്ങനൊരു പേര് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഇത്ര ഫേമസ് ആവാൻ, ഗുരുവായൂർ അമ്പലം ഇത്ര ഫേമസ് ആവാനുള്ള കാരണം അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ തന്നെ. എത്രയും ലൈന് നിന്ന് അമ്പലത്തിൽ കയറുമ്പം എത്രമാത്രം ആത്മീയതയാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കഥകൾ, അല്ലെങ്കിൽ കുറേ ആളുകളുടെ എക്സ്പീരിയൻസ് കാണാൻ പറ്റും. അവർക്ക് അവിടെ എത്തിയിട്ട് എന്തുമാത്രം അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്കും അതുപോലെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ വന്നിട്ട് നമ്മൾ അത്രയും ലൈനിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളിപ്പം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും, എനിക്ക് ഞാൻ കുറേ പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് പോയ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ അത്രയും വയ്യാഞ്ഞിട്ടാണ് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ പോയ സമയത്ത് ഞാൻ അത്രയും വയ്യാഞ്ഞിട്ടായിരുന്നു ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് അത്രയും കാലിന് വയ്യായിരുന്നു. പക്ഷെ ഞാൻ എന്നാലും കുറേ ടൈം ഞങ്ങൾ എന്താ വെച്ചാൽ രാവിലെ 2 മണിക്കെങ്ങാനും ലൈനിൽ നിന്ന് രാവിലെ ഒരു
അത്രയും നേരം വെളുത്ത് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. അത്രയും നേരം വരെ ഞാൻ ലൈന് നിന്നിട്ടുണ്ടായിരുന്നു, ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ലൈന് നിന്ന് അകത്ത് പ്രവേശിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഉള്ളിലെത്തി ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ്, അതായത് നടയിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അത്രയും സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് അത്രയും നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു സുഖമുണ്ട്. അതായത് ഉള്ളിൽ നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാവാറുണ്ട്. അതുപോലെ എനിക്കും അത്രയും സന്തോഷത്തിലാണ് ഞാൻ പുറത്ത്, നമ്മളിപ്പം അമ്പലത്തിൻ്റെ ആ കോവിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മൾ വലം വയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതായത് പുറത്ത് കുറേ സ്ഥലമുണ്ടല്ലോ, പുറത്ത് നമ്മൾ അയ്യപ്പൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാല് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ 2 കാലിൻ്റെ ഉപ്പൂറ്റി അത്രയും എനിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയും നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദന എടുക്കുന്ന എനിക്ക് അമ്മയും എൻ്റെ ചേച്ചിമാരൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുക, ചുറ്റിക്കഴിഞ്ഞിട്ട് അവിടെ നമുക്കറിയില്ല, വെള്ളിയിലുള്ള കുറേ രൂപങ്ങൾ നോക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ നോക്കി നമ്മൾ അതിനനുസരിച്ച് പ്രാർത്ഥിച്ച് വെക്കാറുണ്ട്. അപ്പം അമ്മയും ചേച്ചിയൊക്കെ പറഞ്ഞ് നമ്മളിപ്പം പ്രാർത്ഥിച്ചിറങ്ങിയതാണ്, അപ്പോൾ നമുക്കൊന്ന് ചുറ്റി വന്നിട്ട് അത് ചെയ്തിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചുറ്റി, അതായത് ചുറ്റാന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം വെക്കുക. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പം നടയിൽ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പം ആ ഒരു രൂപങ്ങൾ വെക്കുന്ന കാര്യം ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് അത് പൂട്ടി കിടക്കുകയായിരുന്നു. അതായത് അവിടെ ഇങ്ങനെ പട്ട് വിരിച്ച് വെച്ചിരിക്കുക. അപ്പം നോർമലി ഒരു സങ്കടം വരുമല്ലോ. അപ്പം നമ്മൾ ഇത്രയും ദൂരം വന്ന് ദൈവത്തിനെ കണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം എപ്പോഴും എൻ്റെ കാല് നല്ല വേദന ഉണ്ട് കേട്ടോ. എൻ്റെ 2 പൂറ്റിയും നല്ല വേദന എടുത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അടുത്ത പ്രദക്ഷിണം വെച്ച് തിരിച്ചു വരുമ്പോൾ, അപ്പോൾ നമ്മൾ എന്താ പറയുക, മഞ്ചാടി ഉണ്ടാവല്ലോ. അപ്പോൾ ആ മഞ്ചാടിയിൽ നമ്മളിങ്ങനെ കോയിൻസ് ഇട്ടിട്ട് ആക്കുന്നവരുണ്ട്, അല്ലാതെ നോർമലി ആക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ആ മഞ്ചാടിയിലാക്കാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ കാലിൻ്റെ അടുത്ത് ആ ഒരു വെള്ളിയിലുള്ള ദൈവത്തിൻ്റെ എന്താണെന്നറിയില്ല, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കൃഷ്ണൻ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടോ എൻ്റെ സങ്കടം അറിഞ്ഞിട്ടോ അതെനിക്ക് തന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു വെള്ളീൻ്റെ കാലിൻ്റെ രൂപമുള്ള ആ വെള്ളീൻ്റെ ആ രൂപം. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു, നീ കുറേ നേരമായാലും നിനക്ക് കാല് വേദന എന്ന് പറയുന്നത് ദൈവം അത് കണ്ടിട്ട് നിനക്ക് തന്നതാണ്. നീ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് നല്ലോണം പ്രാർത്ഥിച്ച് ആ രൂപം വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചോ പറഞ്ഞു. ഞാൻ അത് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ആ രൂപം, കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാൽ രൂപം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു പ്രതീക്ഷിക്കാതെ വെച്ചൊരു കാര്യമാണ്. അപ്പം ഞാനത് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗുരുവായൂരിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവം അത്. എനിക്ക് അത്രയും നേരം വരെ സഹിക്കാൻ പറ്റാത്ത എൻ്റെ ഉപ്പൂറ്റിയിലെ വേദന എനിക്ക് നല്ല വൃത്തിക്ക് കുറഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് തീരെ വേദന ഇല്ലാണ്ടായി. ഭഗവാനെ, ഞാൻ അന്നേരം ഇത്രയും വലുതായി, ഇത്രയും പഠിച്ചു, ഇത്രതായിട്ട് ഈ ഒരു അനുഭവം എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. വെച്ചാൽ ഞാൻ കരഞ്ഞു. ഞാൻ അമ്പലത്തിൽ പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇത് നടക്കണം, അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാൾ ഈ ഒരു അനുഭവം എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന്, നോർമലി നമ്മളിങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരൂലേ, ആ ഒരു സാധനം. കാരണം ഞാൻ അത്രയും വേദന എടുത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് കൃഷ്ണൻ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് തന്നത്. സത്യം പറയാലോ, ഗുരുവായൂർ വന്ന പലവർക്കും പല അനുഭവങ്ങളുണ്ടാവും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒന്നും വരാത്തത് കൊണ്ട് ഞാനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു അനുഭവം എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് ഞാൻ എല്ലാവരോടും പറയാം. കാരണം വെച്ചാൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ കൃഷ്ണൻ, അവിടെയുള്ള ഉണ്ണിക്കണ്ണൻ, ശരിക്കും ഒരു ശക്തി അവിടെ ഉണ്ട്. കാരണം അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ അവിടെ ഗുരുവായൂരിലൊരു ശക്തി ഉണ്ട് എന്നുള്ളത്.
ആ അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയുള്ള ആ തേജസ്സും ശക്തിയും എത്രമാത്രം ഉണ്ടെന്നുള്ളത്. കാരണം ഒരിക്കലും എനിക്ക് അത്രയും കാലിൽ ഉപ്പൂറ്റിക്ക് വേദന എടുക്കുന്ന എനിക്ക് ആ ഒരു കാലിൻ്റെ രൂപം കിട്ടാനും അത് കിട്ടി ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിനടുത്ത് പ്രാർത്ഥിച്ച് അവിടെ വെച്ച് കഴിഞ്ഞ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നത്. എൻ്റെ കാലിൻ്റെ വേദന പോവാ. ഒന്ന് ആലോചിച്ച് നോക്ക്, അത്രയും അതൊന്ന് ആലോചിച്ച് നോക്ക്. വെച്ചാൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിൽ ഇത്ര വയസ്സായിട്ട് മറക്കാൻ പറ്റാത്തതിൽ എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വന്നൊരു വലിയൊരു അനുഭവമാണത്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഗുരുവായൂരുള്ള കൃഷ്ണനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്ക് അവിടുന്ന് കിട്ടിയ അനുഭവം അതാണ്. ഇതുപോലെ കുറേ ആളുകൾക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉള്ളു തുറന്ന് ഞാൻ പറയുകയാണ്, ഗുരുവായൂരപ്പൻ അവിടെയുള്ള ഒരു തേജസ്, അവിടെയുള്ള ആ ശക്തി അത് റിയലാണ്. അത് നമ്മളവിടെ പോയി ഉള്ളുരുകി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ കേൾക്കാതിരിക്കത്തില്ല നമ്മുടെ സങ്കടങ്ങൾ. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.